Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബട്ടർസ്കോച്ച് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്ന അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 5 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ 5 മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ഒന്നല്ല കേട്ടോ, സാധാ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ചേർത്തതുകൊണ്ട് ഇത് നല്ല ഹൈ സ്പീഡിൽ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നാലേ പെട്ടെന്ന് നമ്മുടെ ഈ പഞ്ചസാര മെൽറ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇങ്ങനെ ആവുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബട്ടർസ്കോച്ചിൻ്റെ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ബേക്കേഴ്സിൻ്റെ ബട്ടർസ്കോച്ച് സിറപ്പാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ബട്ടർസ്കോച്ചിൻ്റെ ഫ്ലേവറും അതുപോലെ ആ ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇതിലേക്ക് കുറച്ച് സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളായ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു കളറ് കിട്ടും. ഇതാ ഈ ഒരു കളറായിരിക്കും നമുക്ക് കേക്കിന് കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് രണ്ടും ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 7 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ ആ മൈദ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ മൈദ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ഒന്നിലിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ കൈ കൊണ്ടായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച അത്തിപ്പഴം, അതുപോലെ ബ്ലാക്ക് മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇവിടെ ഇപ്പോൾ ഞാൻ കേക്ക് ടിന്നിലോട്ട് ഗീ തന്നെയാണ് അപ്ലൈ ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക. വീണ്ടും ഇതിലേക്ക് ഒന്ന് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ ഓവനിലാണ് ചെയ്യുന്നത്. ഇനി അടുപ്പിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ എങ്ങനെ കേക്ക് തയ്യാറാക്കുന്നത് അതുപോലെ ചെയ്താൽ മതി. എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓവനിൽ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബബിൾസ് എല്ലാം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്ന ടൈം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ബേക്കായിനോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് ഒട്ടുന്നില്ലെങ്കിൽ ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ ഞാൻ പരന്ന പാത്രം എടുത്തുകൊണ്ടാണ്, ഹൈറ്റ് കുറവ് കേക്കിന്. ഇനി നമുക്ക് കുറച്ചും കൂടി ചെറുതെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലും കുറച്ച് ഹൈറ്റ് കിട്ടും. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സൈഡിലുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
താങ്ക് യു.